This is what it sounds with the noise cancellation on. മോട്ടോ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ in my opinion this is the best option. Welcome to another video guys. This is the all new DJI mic mini. നമ്മൾ നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് മൈക്കിൽ. ദിസ് ഇസ് സോ സ്മോൾ കോമ്പാക്ട് പവർഫുൾ സാധനം. ഇതിൻ്റെ സൈസ് കാണിച്ചു തരാം. മൈക്കിൻ്റെ 5 രൂപയുടെ കോയിൻ കണ്ടോ, അത്ര ഉള്ള സാധനം. സ്ട്രെയിറ്റ് ടു ദ കണക്ഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ 2 ബട്ടൺസാണ് ഉള്ളത്. ഒന്ന് ലിങ്കിങ്, ഒന്ന് പവർ ബട്ടൺ. പവർ ബട്ടൺ ജസ്റ്റ് അമർത്തി 2 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ ഓൺ ആവും. സ്റ്റാർട്ടായി. ലിങ്കിങ് ഓൾറെഡി ഓൺ ആയതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ DJI Action 4 Osmo Action 4 ആണ്. ഇത് ഓൺ ആക്കിയാൽ ഞാൻ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പെയറും ചെയ്യും. കണക്റ്റ് ആയിട്ടുണ്ട്. ഹലോ 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 ഹലോ. അത്രയും ചെറുതാണ് ഗൈസ്. സാധാരണ അവിടെ മാഗ്നറ്റിക് ആണ് സാധനം. മാഗ്നറ്റ് നമുക്ക് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാം ഷർട്ടിന് മേലൊക്കെ, അല്ലെങ്കിൽ ക്ലിപ്പ് മാതിരി തന്നെ യൂസ് ചെയ്യാം. ആ മാഗ്നറ്റ് ഡക്ട് ടേപ്പ് വെച്ചിട്ട് ഹെൽമെറ്റിനുള്ളിൽ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും മാഗ്നറ്റ് ഉള്ളിൽ, ഹെൽമെറ്റിനുള്ളിൽ. അപ്പോൾ ക്ലിയർ ഓഡിയോയും കിട്ടും, അവിടെ നിൽക്കുകയും ചെയ്യും സാധനം. അത് ഞാൻ കാണിച്ചു തരാം. ഹെൽമെറ്റിനുള്ളിൽ ഗൈസിൻ്റെ പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന വിൻ സ്ക്രീൻ ഉണ്ട്, അതാണ് ഏറ്റവും വലിയ വിൻ സ്ക്രീൻ. ഇതിൻ്റെ കൂടെ ഞാൻ ഹെൽമെറ്റിനുള്ളിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ സ്പീഡ് വിൻഡിൽ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇത് ഏറ്റവും വലിയ വിൻ സ്ക്രീനാണ്. ഇതിൻ്റെ കൂടെ വേറൊരു വിൻ സ്ക്രീൻ കൂടി ഉണ്ട്. ഇതിനോട് കിട്ടുന്ന പൗച്ചാണ് ഗൈസ്. ഇതാണ് ചെറുത്, ഇതിൻ്റെ വിൻ സ്ക്രീൻ, ചെറിയ വിൻ സ്ക്രീൻ. നല്ല ഭയങ്കര കോമ്പാക്റ്റ് സാധനമാണ് ഗൈസ്. എത്ര ചെറുതാന്ന് നോക്കുക ഗൈസ്. ഇതാണ് സാധനം. ഏതാ സാധനം? ഗൈസ് പിന്നെ എൻ്റെ കയ്യിൽ Osmo Action 4 ആയതുകൊണ്ട് ബ്ലൂടൂത്ത് വഴി ഒറ്റൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ Action 5 മറ്റേ Osmo Pocket ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 കണക്ട് ചെയ്യാം വിത്ത് ബ്ലൂടൂത്ത്. ഗൈസ് പിന്നെ ഇത് കാണിച്ചു തരാം. കണക്ഷൻ, വയർലെസ് മൈക്ക്, DJI mic mini ഒക്കെ അവിടെ തന്നെ എല്ലാം കണക്ട് ചെയ്യാം. ക്ലിപ്പിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ലൗഡായിട്ട് സംസാരിച്ചാൽ അത് ഓവറായിട്ട് സൗണ്ട് വരില്ല. പിന്നെ LED വേണമെങ്കിൽ ഓഫ് ആക്കാം. ഇതിൽ LED വേണമെങ്കിൽ ഓഫ് ആക്കിയാൽ നമുക്ക് എല്ലാം ക്യാമറയിൽ തന്നെ ചെയ്യാം. പിന്നെ ഓട്ടോ പവർ ഓഫ് ഞാൻ ഓഫാക്കി വെക്കുന്നു. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ എപ്പോഴും കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും റെക്കോർഡിങ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അമർത്തി പിടിച്ചിട്ട് സ്റ്റാർട്ടാക്കണല്ലേ. അപ്പോൾ ബെറ്റർ നമ്മൾ ഓട്ടോ പവർ ഓഫ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എപ്പോഴും നമ്മൾ ക്യാമറ എന്തായാലും ഓൺ ആക്കി വെക്കില്ല. അറ്റ്ലീസ്റ്റ് മൈക്ക് ഓൺ ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് മൈക്കിലുള്ള. പിന്നെ ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് ഗൈസ്. നോയ്സ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓണാണ് ഗൈസ്. ഇത് ഓഫ് ആക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യെല്ലോ ലൈറ്റ് കാണുന്നില്ലേ, ഇതാണ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയതിൻ്റെ ഇൻഡിക്കേഷൻ. അത് ഓഫ് ആക്കണമെങ്കിൽ പ്രാവശ്യം കൂടി ഓൺ അമർത്തിയാൽ ഓഫ് ആവും. ഇത് പവർ ബട്ടൺ വഴിയാണ് നമ്മൾ ഓൺ ആക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ സൗണ്ട് ചെയ്തെന്ന് നമുക്ക് വണ്ടിയിൽ ഇട്ടിട്ട് തന്നെ നോക്കാം. ഗൈസ് ഈ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കൂടെ കിട്ടിയ മാഗ്നറ്റ് ഞാൻ ഡക്ട് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ആയതുകൊണ്ട് അവിടെ നിൽക്കും. നമ്മളെത്ര ഷേക്ക് ചെയ്താലും അവിടെ നിൽക്കും ഇങ്ങനെ. ഇതാണ് എൻ്റെ മൈക്ക് സെറ്റപ്പ്. നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെ സൗണ്ട് ചെയ്ത് നോക്കാം. ഞാൻ അത് -10 ഗെയിനിൽ വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ക്ലോസ് ആയിട്ട് മൈക്ക് വരുമ്പോൾ അത് സൗണ്ടിൻ്റെ ക്വാളിറ്റി പ്രോപ്പർ ആവാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് നല്ലത് ഞാൻ തോന്നുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ റിയൽ വേൾഡ് ടെസ്റ്റിലേക്ക് കയറി. ഇതാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വരുന്നത്. Hope you can listen to my voice and the bike sound. ഇത് വെയിറ്റ് വളരെ കുറവും കൂടെയാണ്. ജസ്റ്റ് 10 grams വരുന്നുള്ളൂ ഇതിൻ്റെ വെയിറ്റ്. പിന്നെ 8 hours ബാക്കപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്, ബാറ്ററി ബാക്കപ്പ്. ഗൈസ് നമ്മൾ ഹൈ സ്പീഡിൽ ഇത് നോക്കാം. പിന്നെ എൻ്റെ വെൻറ്റിലേഷൻ 2 ഹെൽമെറ്റിൽ ഓണായി കിടക്കുകയാണ്, തുറന്നു വെച്ചിട്ടുണ്ട്. കാരണം നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ guys can hear me clearly. ഇപ്പോൾ 100 പോയാലും സൗണ്ട് കേൾക്കും തോന്നും. വെൻറ്റിലേഷൻ ഓഫ് ആക്കിയിട്ട് നോക്കാം.
വെന്റിലേഷൻ മീൻസ് ഹെൽമെറ്റിൻ്റെ ഇത് എന്താ പറയുക, എയർ വെൻറ്റ്സാണ് ഉദ്ദേശിച്ചത്. അത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കാം. ഹലോ ഗായ്സ്, can you hear me guys? അപ്പോൾ ഇതാണ് ഹൈ സ്പീഡിൽ ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ വയർലെസ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ 400 meters ഡിസ്റ്റൻസ് വരെ നമുക്ക് കണക്ട് ചെയ്യാം, യൂസ് ചെയ്യാം നമുക്ക് മൈക്ക്. ഞാനിപ്പോൾ ഈ മൗണ്ട് ഒന്ന് മാറിയിട്ട് ഇതിലേക്ക് മാറ്റട്ടെ, അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, പിന്നെ ഇതിൻ്റെ ലിങ്ക് ബട്ടൺ നമുക്ക് റെക്കോർഡിംഗ് ഓണാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, ഓണാക്കാനും ഓഫാക്കാനും. ഓക്കെ, ഇപ്പോൾ വിൻഷീൽഡ് വെച്ചിട്ടുള്ള വ്യൂ ആയാലും മൈക്ക് കണക്റ്റഡ് ആയിരിക്കും ഓൾവേസ്. വയേർഡിലാകുമ്പോൾ നമുക്ക് അത് പറ്റൂല. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി. വെന്റിലേഷനൊക്കെ ഓഫാണ്. ഓക്കെ ഗൈസ്, വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയൂ കമൻസിൽ. ഞാൻ വിത്ത് നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ട് ഒന്നുകൂടി എടുക്കാം വീഡിയോ. നോയ്സ് ക്യാൻസലേഷൻ്റെ ബട്ടൺ ഓണാക്കിയാൽ മതി. പവർ ബട്ടൺ ഓണാക്കിയാൽ നോയ്സ് ക്യാൻസലേഷൻ ഓണായി. ഓക്കെ, നോയ്സ് ക്യാൻസലേഷൻ ഓണാണ് ഇപ്പോൾ. വിത്ത് നോയ്സ് ക്യാൻസലേഷൻ ലെറ്റ്സ് ടെസ്റ്റ് ഇറ്റ്. ഓക്കെ, ഓക്കെ, വിത്ത് നോയ്സ് ക്യാൻസലേഷൻ ഗൈസ് ഇങ്ങനെയാണ്. ദിസ് ഇസ് വാട്ട് ഇറ്റ് സൗണ്ട്സ് വിത്ത് ദ നോയ്സ് ക്യാൻസലേഷൻ ഓൺ. നല്ല വിൻ നോയ്സ് ഉണ്ട്. ഞാൻ എയർ വെൻറ്റ്സ് ഒക്കെ തുറന്നിട്ടിട്ടുണ്ട്. Okay, this is what it sounds with noise cancellation on and going in high speed. Okay, അപ്പോൾ ഇതാണ് DJI Mic Mini. ഇപ്പോൾ വിൻഷീൽഡ് വെച്ചിട്ടുള്ള വ്യൂ ആയാലും മൈക്ക് കണക്റ്റഡ് ആയിരിക്കും ഓൾവേസ്. വയേർഡിലാകുമ്പോൾ നമുക്ക് അത് പറ്റൂല. അപ്പോൾ അതിൻ്റെ ഒരു പറഞ്ഞാൽ നമുക്ക് ഇത് മോട്ടോ വ്ളോഗേഴ്സിന് ഏറ്റവും ബെസ്റ്റ് മൈക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ചെറുതും കോമ്പാക്ട് സൈസിലും വേറെ മൈക്കില്ല. വേറെ ഉണ്ട് ഹോളി ലാൻഡിൻ്റെ, പക്ഷെ നമ്മൾ DJIൻ്റെ മൈക്കാകുമ്പോൾ DJI പ്രൊഡക്ട്സിൽ അത്രയും കണക്ഷൻ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് യൂസിങ് ബ്ലൂടൂത്ത് ആണ് ഇത് കണക്ട് ചെയ്തത്. മറ്റേ റിസീവർ ഒന്നുമില്ല, ജസ്റ്റ് ട്രാൻസ്മിറ്റർ, ഓൺലി ദ മൈക്രോഫോൺ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഹൈ ക്വാളിറ്റി ഓഡിയോ കിട്ടുന്നത്. ഇപ്പോൾ ഓസ്മോ 3യിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു, ബട്ട് വി ക്യാൻ കണക്ട് വിത്ത് മറ്റേ റിസീവർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം രണ്ടും കൂടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ചെറിയ റിവ്യൂ ഓഫ് ദി DJI Mic Mini. 1000 times better than my previous 2 videos. അത്രയും ഷോക്കായിരുന്നു ഓഡിയോ ക്വാളിറ്റി പ്രീവിയസ് 2 വീഡിയോസിൻ്റെ. കാരണം ഒന്നാമത് ലാവലിയർ മൈക്കാണ് ഞാൻ യൂസ് ചെയ്തത് വിതൗട്ട് ദ TRS കേബിൾ. എപ്പോഴും നമ്മൾ മറ്റേ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ വി ഷുഡ് യൂസ് TRS അഡാപ്റ്റർ. ഞാൻ ഉപയോഗിച്ച അഡാപ്റ്റർ എന്ന് വെച്ചാൽ TRRS ആയിരുന്നു. TRS അഡാപ്റ്റർ കോസ്റ്റ് അറൗണ്ട് 1500 rupees ബോയാൻ്റെ ആ സാധനം. ഇനിയിപ്പോൾ TRS ഒന്നും ആവശ്യമില്ല, ബിക്കോസ് ഐ ഹാവ് ദ DJI Mic Mini now. Guys, any upcoming future videos ഒക്കെ I will be using this
DJI Mic Mini. പിന്നെ ഗായ്സ്, ഇഫ് യു ആർ ന്യൂ ഇയർ, ലീവ് എ ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി മുതൽ എൻ്റെ ഓട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ഇത് തന്നെ ആയിരിക്കും. DJI Mic Miniയും Osmo Action 4ഉം. ചിലപ്പോൾ മറ്റേ പ്രീവിയസ് വീഡിയോയിലുള്ള മറ്റേ ക്യാമറ യൂസ് ചെയ്യും, വേറെ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട്. Okay guys, thanks for watching. Thank you so much guys. See you in another video.